എൻ്റെ ഒപ്പം ഉള്ളതേ നമ്മുടെ കോട്ടയത്ത് ഏകദേശം 120 വർഷത്തോളം സേവന പാരമ്പര്യമുള്ള ഒരു ഫേമിൻ്റെ ഡയറക്ടറാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അശോക ട്രെയിലിങ്സ് അല്ലേ? അശോക് ട്രേഡ് ലൈൻസ്. ട്രെയിൽ ലൈൻസ് എത്ര വർഷമായിട്ട് 120 വർഷം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? 1905 ഫാദറിൻ്റെ ഫാദർ ബാരിസ്റ്റർ അദ്ദേഹം തുടങ്ങിയതാണ്. അതിനുശേഷം അത് ഫാദർ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം 2000 ഞാൻ ബിൽഡിംഗ് മെറ്റീരിയൽസിലൊരു സ്കോപ്പ് കണ്ട് ഞാനായിട്ട് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്തു. അതിപ്പോൾ എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പോൾ 25 വർഷം. സോറി ജൂബിലിയാണ്. ഓക്കെ. ഈ ബിൽഡിങ്ങിനൊരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, പറഞ്ഞേട്ടെ. ഓക്കെ. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത ഇന്ത്യൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ 2023 മോസ്റ്റ് റേറ്റഡ് ബിൽഡിംഗ്, അതായത് 60 പോയിന്റിൽ 57 പോയിന്റോടെ പ്ലാറ്റിനം റേറ്റഡ് ബിൽഡിംഗ് ആണിത്. ഇവിടെ തന്നെ ആവശ്യമുള്ള എനർജി മുഴുവൻ ഇവിടെ ഉണ്ടാക്കുന്നു. വാട്ടർ റീസൈക്ലിങ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്, ഇപ്പോൾ കാറ്റ് വെളിച്ചം, അപ്പോൾ നമ്മളൊരു നാച്ചുറൽ ലൈറ്റിൽ ശരിക്കും പറയാൻ നല്ല ലഭ്യത കൂട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെ എല്ലാ തരത്തിലും, പിന്നെ റീയൂസബിൾ ആയിട്ടുള്ളതും നമുക്ക് റീകോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസാണ് നമ്മൾ ഏറ്റവും മുഴുവൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതെ, നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു സോളാർ എനർജി യൂസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, എക്സസ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ. അതെ അതെ അതെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഏതൊരു പ്രോഡക്റ്റും എത്തുന്നത് വളരെ ലേറ്റായിട്ടാണ്. പക്ഷേ നിങ്ങൾ പലതും കണ്ടുപിടിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. പലതും നമ്മുടെ കേരളത്തിലെത്തുന്നതിന് മുമ്പേ കേരളത്തിലെത്തിയിട്ടുണ്ട്, നിങ്ങളുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. പക്ഷേ അത് വളരെ ആദ്യം തന്നെ നമ്മുടെ കൈകളിലെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു അതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്ന രീതി? അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ഇന്ന് ലോകം ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ തന്നെ അവർ കാണുന്നൊരു കാഴ്ചപ്പാടിലാണ്. അപ്പോൾ ബിസിനസ്സിനെ അതുപോലെ വലുതാക്കാൻ വേണ്ടുന്ന യാത്രകൾ, നിരന്തരം ചെറുപ്പം പോലെ നിരന്തര യാത്രകളുടെ സ്വഭാവം ഉണ്ടായിരുന്നു. അതിൽ കൂടെ ഓരോ കണ്ടുപിടുത്തങ്ങളും നമുക്ക് ഓരോ സാധ്യതകൾ മനസ്സിലായി. പുതിയ പ്രോഡക്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാക്കറ്റ് മണൽ ഞങ്ങൾ ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തു. അത് ഇന്ത്യൻ എക്സ്പ്രസ്സുകാരോട് ഒന്ന് ലേഖനമാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് ആവശ്യമുള്ള പ്രകൃതി അനുകൂലമായ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ കണ്ടുപിടിച്ച് മാർക്കറ്റ് ചെയ്യുന്ന രീതി ആദ്യം പോലെ നമ്മളൊരു അതൊരു ഐഡൻറ്റിറ്റി ശരിക്കും പറയും. പക്ഷേ ഇപ്പോഴും പലപ്പോഴും നമ്മൾ പുതിയ പ്രോഡക്റ്റ് ഇപ്പോഴും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 മാസം ബോംബെ ലോഞ്ച് ചെയ്ത കോർക്കിലാണ് നമ്മളിപ്പം ഈ മാസം ലോഞ്ച് ചെയ്തത്. അത് ഈ പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും ഇപ്പം ഞാൻ കോട്ടയത്ത് ജനിച്ചു വരുന്ന ഒരാളാണ്. പലപ്പോഴും നമുക്ക് ഇത് ഏത് സ്ഥലത്ത് കിട്ടും എന്നൊക്കെയുള്ളത് ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. നമ്മൾ കൃത്യമായിട്ട് പാലാ ടൗണിൽ കടപ്പാട്ടൊരു അമ്പലത്തിനോടൊരു 100 മീറ്റർ ചേർന്നിട്ടാണ്, ബൈപ്പാസിലാണ് നമ്മുടെ ഷോറൂം ഇരിക്കുന്നത് അല്ലേ? അതെ. എക്സ്പാൻഷൻ ആലോചനകളുണ്ടോ ഇപ്പോൾ? എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഈ GST വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നിട്ട് എവിടെ വേണം ബിസിനസ് ചെയ്യാൻ. ഞങ്ങൾക്ക് ഓൾറെഡി എറണാകുളത്ത് പാലാരിവട്ടത്തും പുതിയനഗരത്തിൽ ഇപ്പോൾ വൈറ്റിലൊക്കെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. റീസെൻ്റ് അടച്ച ഓഫീസ് വൈറ്റ് ഓഫീസ് 2025 മാർച്ചിൽ ക്ലോസ് ചെയ്തു. ഇവിടെ ഇരുന്നുണ്ട് എവിടെ വേണം ബിസിനസ് ചെയ്യാം. ഞങ്ങൾ തേനി സ്കൂളിൽ കൊടുക്കുന്നുണ്ട്, ബാംഗ്ലൂർ കൊടുത്തിട്ടുണ്ട്, എവിടെയൊന്നും ബിസിനസ്, നാഗ്പൂർ കൊടുത്തിട്ടുണ്ട്, എവിടെ വേണം കൊടുക്കാം. അപ്പോൾ അതായത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് സപ്ലൈ ചെയ്യാനായിട്ട് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല എന്നുള്ളതില്ല. ബൾക്കായിട്ട് ഓർഡർ ഞങ്ങൾ B2B ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബൾക്കായിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ ഫാക്ടറി ടു കസ്റ്റമർക്ക് എവിടെ വേണം കൊടുക്കാമെന്നൊരു സാഹചര്യം GST ക്യാഷും ഉണ്ടായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകാർക്ക് നല്ലതാണ്. യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ എടുത്ത് ചോദിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ ഒത്തിരിയുണ്ട്. ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒരു വലിയ കാര്യമാണല്ലോ. അതെങ്ങനെയാണ് സാധാരണ നമ്മൾ അസസ് ചെയ്യാറുള്ളത്? ക്വാളിറ്റി അസസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലാണെന്നുള്ള BAS അതുപോലെ സ്റ്റാൻഡേർഡുകൾ ഇന്ത്യയിലുണ്ട്. അല്ലെങ്കിൽ അതുപോലെ ഇപ്പം പ്രകൃതി അനുകൂല നിർമ്മാണ സാമഗ്രികളായിട്ട് നോക്കുമ്പോൾ ആദ്യമായിട്ട് ആൾക്കാർ നോക്കുമ്പോൾ IGB സർട്ടിഫിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഗൃഹ സർട്ടിഫിക്കേഷൻ ഉണ്ടോ, ഇതുപോലെയുള്ള സർട്ടിഫിക്കേഷൻ നോക്കാറുണ്ട്. അത് ആൾക്കാർക്കൊരു വഴികാട്ടിയാണ്. ബിസിനസ്സുകാർ പറയുന്നതിന് അപ്പുറത്ത് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായി ISS സർട്ടിഫിക്കേഷൻ ഉണ്ടോ അതുപോലെ അതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഉള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത്.
തോന്നുന്നു വളരെ വർഷങ്ങളായിട്ട് ഒരു ലെഗസി പിന്തുടർന്നു പോരുന്നു. ഇനി അത് പിന്തുടരാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് വളർച്ചയുടെ പാത തന്നെയാണ്. നമ്മൾ ഇനി ലക്ഷ്യം 2030, 2035 ലക്ഷ്യങ്ങളിലേക്ക് തന്നെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോൾ സാജൻ ചേട്ടാ താങ്ക് യു സോ മച്ച്. താങ്ക്സ്. എടുത്തപ്പോഴും പറയുന്നത് പലപ്പോഴും ഏതൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ക്വാളിറ്റി, അതിൻ്റെ ഡ്യൂറബിലിറ്റി ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അറിഞ്ഞ് നിങ്ങളിലോട്ട് എത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അശോക് റിലയൻസിനെ പരിചയപ്പെടുന്നത്.